ഞങ്ങൾ അറിയില്ല നിങ്ങള് ഇത് ദേവേട്ടന്റെ അനിയനാ. ഏത് ദേവന്റെ ഈശ്വരന്റെ ആളായിട്ടും കാര്യമില്ല. ഇന്ന് ഹർത്താലാ. ദൈവം ഒന്നറി പറഞ്ഞാലും നടക്കൂല മോളെ. അങ്ങനെ പറയല്ലേ മോനെ, എന്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വർത്താനത്തേക്ക് അടിച്ച് പൊളിക്കടാ മോന്റെ മക്കളെ. വേണമെങ്കിലേ ആശുപത്രിയിലേക്ക് തള്ളിക്കൊണ്ടേക്കോ. വാടാ. എന്താ പറ്റി? കിണറ്റിൽ വീണ കുട്ടിയാ. പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ മക്കളൊന്ന് സഹായിക്കും. കൂടെ പോന്നോളൂ. ദേവേട്ടാ, ദേവേട്ടൻ എന്നെ കെട്ടു വീണു. വേഗല്ല പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കടാ. ബാപ്പുട്ടിയെ, ബാപ്പുട്ടിയെ, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരാപത്ത് വന്നപ്പോ എന്റെ കൂടെയുള്ളവരാരെയും ഞാൻ കണ്ടില്ല. നീ എന്താ ദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആപത്തിൽ സഹായിക്കുന്നത് ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ഞങ്ങൾ നടക്കട്ടെ. അത്യാവശ്യം എന്തെങ്കിലും അറിയിക്കണം. ശരി. അസ്സലാമലൈക്കും. ജസീലോ, അനക്കിപ്പ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്ന വീട് അറിയോ? അത് പാപ്പ ലൈല അവിടുന്ന് വന്ന അന്ന് തന്നെ ഇവിടെ വരണമെന്ന് കരുതിയതാ. ആ ഇരിക്ക്. അന്റെ വാപ്പ അന്ന് തന്നെ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് അന്ന് തന്നെ ഞാൻ മൂസാനോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. എന്താ എന്റെ തീരുമാനം? അതിപ്പോ ഞാനോ മൂസയോ തീരുമാനിക്കേണ്ടതല്ലോ. നിങ്ങൾ രണ്ടാളും തീരുമാനിക്കേണ്ടതാ. നേരത്തെ ദേഷ്യം വരുമ്പൊക്കെ മൊഴിയല്ലേ ഈ തെറ്റായി പോയി അറിഞ്ഞന്നെ ഞാൻ വന്നത്. ഇതാദ്യമായിട്ടൊന്നല്ലോ. ഒരിക്കൽ പറ്റിയാ മനസ്സിലാക്കാം. ഞാൻ വേണല്ലോ എന്റെ കാല് പിടിക്കുക. അതൊന്നും വേണ്ട. ഇനി അത് ആവർത്തിക്കൂലെന്നുണ്ടായാ മതി. അനക്കറിയാലോ, 3 വട്ടം മൊഴിയില്ല പിന്നെ എന്താ ഉണ്ടാവുകയെന്നുള്ളത്. ഇതിന്നോട് ഈ നേരിട്ട് പറയാതെ ഞാൻ എങ്ങനെ എന്റെ മോളെ വീണ്ടും എനക്ക് തരിക? എന്റെ അടുത്ത് പറ്റിപ്പോയതാന്നറിയാം. അത് കേട്ട പാടെ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് ഓളെ തെറ്റ്. ലൈലെന്നെ കുറ്റപ്പെടുത്തണ്ട. എന്റെ അടുത്ത് വന്ന് തെറ്റാ. അതറിയുന്നോണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. ഇന്നാ ഞാൻ പോട്ടെ. വാപ്പാനെ പറഞ്ഞയക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അതും പോയി. ഞമ്മളെ ലൈലാനെ കെട്ടിയതത് സുലൈമാനിക്ക് എന്താ പറ്റിയേ? ഞമ്മളെ കാലിമൊരു റാണി കയറി. അതിപ്പോ മാറ്റിത്തരാ. നിങ്ങള് വണ്ടി കയറ്.
വിട്ടോ 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 വിട്ടോ. ലൈലാന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. അവിടേക്ക് വരുമ്പോഴാണ് എന്നെ കണ്ടത്. ഇത് ഗൾഫാണ്. നിങ്ങൾക്ക് വേണോ? പലിച്ച വർക്കത്തിന്റെ കാര്യല്ലേ? വേണമെന്നോ? ലൈറ്റർ വേണോ? അതും കൂടെ എടുത്തോളി. വേണ്ട വേണ്ട, ഇക്കൊന്നും വേണ്ട. ഇത് കണ്ടാലേ നാട്ടുകാർക്ക് വേണം. എന്തിനാ അറിയോ? വീഡിയോ എത്തിക്കാൻ. വേണ്ട വേണ്ട. നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. പിന്നെ ലൈലാന്റെ മനസ്സ് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ശരിയാക്കണം. എന്റെ കൈ കിടന്ന് വന്ന കുട്ടിയോട് എന്റെ വാക്കോൾ തട്ടൂല. ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോ സ്വീപ്പാക്കിയേ ആചാര മരുവനെ നല്ലോണം സ്വീപ്പാക്കി വരുന്നുണ്ട്. അപ്പോ എനിക്കൊരു സ്ട്രോങ് കുറച്ച് ഞാൻ എടുത്താ. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് അല്ലേ കുടിക്കല്? എനിക്ക് എപ്പോ സ്ട്രോങ് വേണം വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കാം. ഇതല്ല. അല്ല സുലൈമാൻ, ആ കാറ് കയറി പോയത് ലൈലാന്റെ കെട്ടിയോനല്ലേ? അതിവിടെ ഇടേ. ലൈലാന്റെ കാര്യത്തിൽ ഇടപെടാൻ ഓടുക്ക ഞാൻ തന്നെ വേണ്ടി വന്നു. അപ്പൊ ലൈലാനെ പാണ്ട വെച്ചോ? അതന്നെ ആയിരിക്കും സംഭവിക്ക. ഈ സുലൈമാന്റെ വാക്ക് ധിക്കരിച്ച് ആചാർ എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈലാനോട് ചോദിക്കണ്ടേ? അതൊക്കെ ഇങ്ങളെ കൂട്ടത്തില്. ഇത് ഞാനും ആചാരും തീരുമാനിക്കും. ഓളനുസരിക്കും. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നമ്മളെ മത്തലി ബീരാനാജിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയേതാ? നേരെ ഈ വഴിക്ക്. അല്ല സുലൈമാനെ, ഈ ആ വഴിയൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. അല്ല, ആചാരെ കാണുന്നത് എന്തിനാ? പള്ളിക്കാര്യത്തിനാ. പള്ളി ഉണ്ടാക്കാനോ പുതുക്കി പണിയാനോ? ഉണ്ടാക്കാനാ. എന്നാ സുലൈമാനെ ഈയും ചെല്ല്. കാര്യങ്ങൾ നടത്താൻ ഈ അവസ്ഥ. അപ്പൊ ഞാൻ എടുക്കണ ചായയോ? അതെ, നാരായണന്റെ അടുത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ പോവാൻ. വരി. നിങ്ങൾ ഈ പള്ളീന്റെ കാര്യത്തില് ആചാരം മാത്രമേ കാണുന്നുള്ളൂ? ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ബീരാനാജിനെ കണ്ടാല് നല്ലൊരു ബർക്കത്താവുന്ന കരുതിയിട്ടായി ഈ വരും. അത് ശരിയാ, ബർക്കത്തിന്റെ രൂപ മൂപ്പർക്ക്. മൂപ്പരെ തിരക്കിനിടയിൽ ഇമാതിരി കാര്യമൊക്കെ ഞാനാ നോക്കല്. എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് മൂപ്പർ എന്നോടൊന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് പറഞ്ഞ കേക്കുമല്ലേ? അങ്ങനെയുള്ള കാര്യം ഈ സുലൈമാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങളായതുകൊണ്ട് പറയാണ്, പള്ളി ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥലത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോ എല്ലാം കൂടി ഒരു 1.5 കാര്യ നടക്കൂലേ? എന്താ നിങ്ങൾ ഉദ്ദേശം? സത്യം പറയാലോ, ഒരു പള്ളി വന്നാല് ഒരു ഖത്തീബിന്റെ പണിയെങ്കിലും ഞമ്മക്ക് കിട്ടുമല്ലോ. ഉമ്മർക്ക് പോയിന്റെ പുണ്യം കിട്ടീന്, പണിയും കിട്ടീന്, നാട്ടിലെ ഗൾഫാരുടെ ഒരു പവറും കിട്ടീന്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വിധിയും വേണ്ടേ, തലയിലെ വരയും നന്നാവണ്ടേ. ചക്കേട്ടാ മൊയൽ ചാവൂന്ന് വെച്ച ആചാര ബ്ലാമക്കാരല്ലേ? എങ്ങട്ടാ സുലൈമാനെ? ആചാര വീട്ടിലേക്കാ. കൂടെ പോയിക്കൂടെ? അതല്ലേ എളുപ്പം. അരിവാളിന്റെ ആൾക്കാരാ. മറ്റേ ബൈന്റെ പ്രശ്നത്തില് ആചാരായിട്ട് ലേശം ഇതിലാണ്. ആചാര് വീടെത്തിയില്ലേ? എത്തി. ഇവിടെ അടുത്ത് തന്നെ. വാ. അയ്യോ, നീ ഇങ്ങനെ ബേജാറായല്ലോ. ഇതൊക്കെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നതല്ലേ. അകത്ത് സൂറുണ്ടല്ലോ. ധൈര്യം കൊടുക്കണ്ട. നീ എന്നെ എങ്ങനെ ആയാലോ? ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗ. സഖാവേ, ലക്ഷ്മിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. നാസറേ, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള വഴി നോക്ക്.